നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് ചൈന. മോദിയുടെ പ്രസ്താവന ചൈന ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ തങ്ങളോടൊത്ത് പ്രവർത്തിക്കണമെന്നുമാണ് ചൈനയുടെ ആഗ്രഹമെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചൈനീസ് വക്താവ് മാവോ നിങ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മുഴുവൻ ചിത്രം തരുന്നില്ലെന്നും അതിർത്തി പ്രശ്നം പ്രത്യേകം കൈകാര്യം ചെയ്യേണ്ടതാണെന്നും അതല്ലാതെയും പരസ്പരം സഹകരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഒരുപാട് മേഖലകളുണ്ടെന്നും ചൈനീസ് വക്താവ് തുറന്നു പറഞ്ഞു. ഇന്ത്യ ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഉഭയകക്ഷി ബന്ധങ്ങളെ തന്ത്രപരമായ രീതിയിലും ദീർഘകാല വീക്ഷണത്തിലും സമീപിക്കണമെന്നും പരസ്പര വിശ്വാസം വളർത്തിയെടുക്കണമെന്നും സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടുകയും ചെയ്യുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാവും സുസ്ഥിരവുമായ ട്രാക്കിൽ എത്തിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യണമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അവർ വ്യക്തമാക്കി. സുസ്ഥിരവും ശക്തവുമായ ഇന്ത്യ ചൈന ബന്ധം ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ നിറവേറ്റുകയും ഇൻഡോ പസഫിക് മേഖലകളിലും അതിനപ്പുറവും സമാധാനത്തിനും വികസനത്തിനും ഉതകുന്നതാണെന്നും മാവോ നിങ് സായ് കൂട്ടിച്ചേർത്തു. നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കവേ ഈ വിഷയം ചൈന ഇന്ത്യ ബന്ധങ്ങളെ മുഴുവനായി പ്രതിനിധീകരിക്കുന്നില്ലെന്നും ഈയൊരു പ്രശ്നം ഉഭയകക്ഷി ബന്ധത്തിൽ ഉചിതമായ പ്രാധാന്യം കൊടുക്കുകയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും വേണമെന്നും നയതന്ത്രത്തിലൂടെയും സൈനിക മാർഗങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളുടെയും അടുത്ത ആശയവിനിമയം നിലനിർത്തിയിട്ടുണ്ടെന്നും അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ചൈനയുമായുള്ള നല്ല ബന്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളുടെ അവസ്ഥ അസാധാരണമായി തുടരുന്നിടത്തോളം കാലം ചൈനയുമായുള്ള ബന്ധത്തിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലാണ് അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റിയതുമായി ബന്ധപ്പെട്ട ഇന്ത്യ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. അമേരിക്കൻ മാധ്യമമായ ന്യൂസ് വീക്കിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടതുണ്ടെന്നാണ് എന്റെ അഭിപ്രായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സ്ഥിതിഗതികളിൽ ഒരു മാറ്റം ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നത് ഒരു നയതന്ത്രപരമായ തീരുമാനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇൻഡോ പസഫിക് മേഖലകളിൽ ഒരു സംഘർഷ സാധ്യത അനന്തകാലത്തോളം നിലനിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ പോലെയോ ഇസ്രായേൽ പലസ്തീൻ പോലെയോ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകാൻ ഇന്ത്യ എന്ന പോലെ ചൈനയും ആഗ്രഹിക്കുന്നില്ല എന്നത് അവരുടെ അടുത്ത കാലങ്ങളിൽ നിന്നും വന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാണ്. കൂടാതെ പാശ്ചാത്യ ചേരിയെ ഒരുപാട് ആശ്രയിക്കാതെ പല ആഗോള വിഷയങ്ങളിലും ഇന്ത്യ സ്വന്തം നിലപാട് പറയുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായാണ് വിലയിരുത്തപ്പെട്ടത്. ഉക്രൈൻ യുദ്ധ വിഷയത്തിൽ ഇന്ത്യ റഷ്യൻ എണ്ണ മേടിക്കാൻ തയ്യാറായതും ഇന്ത്യയെ സംശയത്തോടെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ചൈനയെ മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന സംഘർഷം എല്ലാ കാലത്തേക്കും കത്തിച്ചു നിർത്തി മേഖല ഒരു സംഘർഷബാധിത പ്രദേശമാക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ല എന്നും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന സങ്കീർണതകളും പാശ്ചാത്യ ഇടപെടലുകളുടെ സാധ്യതകളും പഠിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.